ഞാൻ Thesnim Azeez ഇന്നത്തെ റെസിപ്പി ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഗൃഹലക്ഷ്മിയിൽ വന്നിട്ടുള്ള റെസിപ്പീസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റംസാൻ റെസിപ്പീസാണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി അത് നമുക്കിപ്പോൾ ഒരു ഡെസേർട്ടായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. സേമിയ കസ്റ്റാർഡ്, തിൻ സേമിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിങ്ങനെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ എടുക്കുമ്പോഴേക്കും അത് നല്ല സെറ്റായി നല്ല ബൗളായിരുന്നു. പിന്നെ അതിലേക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കി വെക്കണം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കപ്പ് ഉണ്ടാക്കിയിട്ട് വെക്കുക. നമുക്ക് എപ്പോഴാണ് കഴിക്കുന്നത് ആ സമയത്ത് നമ്മളതിൽ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കേണ്ടതുള്ളൂ. ആദ്യം കസ്റ്റാർഡ് ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് മാത്രം കസ്റ്റാർഡ് ഒഴിച്ച് വയ്ക്കുക. നല്ല റെസിപ്പിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടം. തിൻ സേമിയ വെച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. എപ്പോഴും അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. വലിയ സേമിയ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇതാണ് നല്ലത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും കേട്ടോ, ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ബട്ടർ മാത്രമായിട്ട് എടുക്കുക. 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യായിട്ട് എടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് സേമിയ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. തിൻ സേമിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. $100 ഗ്രാം അല്ലെങ്കിൽ വലിയ ടിന്നിന് ഒരു 1/4 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കെല്ലാം വറ്റി ഇതിലേക്ക് സേമിയയിലേക്ക് കയറിയിട്ടുണ്ട്. പാനിൽ ഇങ്ങനെ വിട്ട് വരുന്ന, പാനിൽ ഇങ്ങനെ പിടിക്കാതെ പാനിൽ ഇളക്കുമ്പോൾ കണ്ടില്ലേ, പാനിൽ ഇങ്ങനെ നിൽക്കുന്നില്ല. അപ്പോൾ ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഒന്നിൽ ഇതേപോലത്തെ പേപ്പർ കപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ, അല്ലെങ്കിൽ ഇതേപോലത്തെ നമ്മൾ ചെറിയ കുഞ്ഞി ബൗൾ എടുക്കുക. എന്നിട്ട് ഇതിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. എന്നിട്ട് അതിലിട്ടിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത്, എന്നടുത്ത് ഇങ്ങനെ ഒരു സിലിക്കോൺ മോൾഡ് ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അതിൽ വെച്ചിട്ട് ചെയ്യാണ്. കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സേമിയ ഇടുക. എന്നിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. നന്നായിട്ട് സെറ്റായിട്ട് ഒരു ബൗളായിട്ട് എടുക്കുക. നല്ല സ്റ്റിഫായിട്ടുണ്ടാവും. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം പുറത്തെടുത്താൽ മതി. ഇനി കസ്റ്റാർഡ് ഉണ്ടാക്കാം. 1 കപ്പ് പാല്, 1 കപ്പിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചു. അതിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, വാനില കസ്റ്റാർഡ് പൗഡറാണ്. കട്ടയില്ലാതെ കലക്കി വെച്ചിട്ടുണ്ട്. പാല് കുറച്ചൊന്ന് ചൂടായ ശേഷം നമുക്ക് തൈര് ഒരുവിധം ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടില്ല. അത് ചേർക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഒരു 3-3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് കുറുക്കിയെടുക്കാം. കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ കുറുക്കും. അപ്പോൾ നമുക്കത് ഓഫ് ആക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. കസ്റ്റാർഡ് നല്ല ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മാങ്ങ, കുറച്ച് മുന്തിരി, പച്ച മുന്തിരി, കുറച്ച് ബ്ലാക്ക് മുന്തിരി, കുറച്ച് ആപ്പിൾ, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഇട്ടിട്ട് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം.
കപ്പ് എടുത്ത് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞില്ല, ഷൂട്ടിൻ്റെ തിരക്കിൽ കുറേ എണ്ണം ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ഇതാണ്. അപ്പോൾ കപ്പിലേക്ക് എന്നിട്ട് നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക. നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കസ്റ്റാർഡ് ഒഴിച്ചാൽ മതി. നല്ല റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാത്തരം ക്ലാസ്സസും നടക്കുന്നുണ്ട്.